പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനേ രാവിലെ പിള്ളേരെ സ്കൂളിലാക്കാൻ പോയപ്പോൾ ബോട്ട് ജെട്ടിയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ നമ്മുടെ വടക്കുവശത്ത് നിന്നൊരു ബോട്ട് ജെട്ടി ഉണ്ട്. അവിടുന്ന് കയറ്റിയാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത്. അവിടെ ബോട്ട് വരും, അവിടുന്ന് കയറ്റിയാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പം ആ ജെട്ടിയുടെ പുറത്തുവശത്ത്, അതായത് പുഴയിൽ കുറച്ച് വയമ്പ് മറിയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളതിനെ പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. നമ്മൾ അവിടെ ചെല്ലുമ്പോഴെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കാൻ ശ്രമിക്കും, കിട്ടുന്നതൊക്കെ നമ്മുടെ ഭാഗ്യം പൊല്ലിക്കും. അതായത് വയമ്പ് നല്ല ആഴമുള്ള സ്ഥലത്താണെങ്കിൽ മിക്കവാറും വല കിട്ടാൻ സാധ്യതയില്ല. കാരണം വല നമ്മൾ വീശി കഴിഞ്ഞിട്ട് അത് താഴോട്ട് ചെല്ലും തോറും ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് അവസാനം വരുമ്പോൾ ഒരു ചെറിയ ഒറ്റാലുവട്ടം പോലെ കാണത്തുള്ളൂ. അപ്പം കുറവുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വല വിരിയും മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. പോടാ. മഴയെടുത്ത് പിടിച്ച് പോരുന്ന നേരത്തിന് നമ്മൾ മീനിടാനുള്ള കൊട്ട എടുത്തില്ല. കുഴപ്പമില്ല, വള്ളത്തിടാ. കോട് താഴെ മുട്ടിയെന്ന് തോന്നുന്നു. കനം വല്ലതും ഉണ്ടോ? ഫീലൊന്നും ഇല്ല. ചെറിയ കളയല്ലേ എനിക്ക് ഇത് മാറ്റിക്കേ. അതിനാണോ? അല്ല, ഈ വയമ്പിന് അത്ര മുഴുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞില്ല കുറേ നടക്കുന്നത് ആയിരിക്കും. ബാക്കി തിള കാണുന്നില്ലല്ലോ. ബാക്കി തിള എവിടെ കാണുന്നില്ലല്ലോ. കണ്ടുപിടി. എവിടാ? അവിടെ ഉണ്ടോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വയമ്പ് കാണുന്നത്, വീശുകയും ചെയ്യുന്നത്. ആദ്യത്തെ വീശിന് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അതായത് സാധാരണ കള കണ്ടാൽ ഇത് കണക്കല്ല മീൻ കിട്ടുന്നത്, നല്ല രീതിയിൽ മീൻ കിട്ടാറുണ്ട്. അത് തന്നെയല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് വയമ്പ് കൂടാതെ അറിഞ്ഞിലും കിട്ടുന്നുണ്ട്. സാധാരണ വയമ്പിൻ്റെ കളയ്ക്കകത്ത് കൂടുതലും വയമ്പ് തന്നെയാണ് കാണാറ്. ഇതിപ്പോഴത്തെ അറിഞ്ഞിലും വരുന്നുണ്ട്. അതായത് വയമ്പ്, ഇതിൻ്റെ താഴെ നിൽക്കുന്ന വയമ്പ് ചെറുതായിരിക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ വയമ്പുകളെ തിന്നാനാണ് ഈ മീനുകൾ കുറേ നടക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഏറ്റവും ഇറക്കം നിലയ്ക്കുന്ന സമയമായിരുന്നെങ്കിൽ ഈ വയമ്പിന് ചുറ്റും 110-ൻ്റെ വല ഇടിക്കുമായിരുന്നെങ്കിൽ വാള കിട്ടും. കാരണം വാളയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് വയമ്പ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ഇനി എവിടെ മീൻ ഇരിക്കുന്നത് നോക്കട്ടെ കേട്ടോ. ചെറിയ ഒരു കൂട്ടം അറിയുന്നുണ്ടായിരുന്നു.
നമ്മൾ അടുത്തൊരു കൂട്ടം ദൂരെ കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഇച്ചിരി ആണ്ടൻ ആ കറക്റ്റ് ആ ഹോളിനകത്തൂടെ മീൻ താഴെ പോകുന്നത്. ആ ഇതിനകത്തുണ്ട് കേട്ടോ, അറിഞ്ഞില്ലൊന്നും മറ്റേ അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി നൂല് മേടിച്ചത് കേട്ടാത്. അങ്ങനെ പോകും, ഒരെണ്ണം കയറി കിടപ്പുണ്ടേ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വലയിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പയ്യൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്. അതിൻ്റെ വീട്ടിലെടുക്കണം. നൂല് മേടിച്ചിട്ട് തയ്ച്ചിട്ട് വീശാന്നാണ് വിചാരിക്കുന്നത്. അടുത്ത കളി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. പോടാ. ചോദിച്ചത് എന്നാ കറക്കി തരും. ആണോ? ആ ഉഴകോല് വെച്ച് കയറത്തില്ല, ഉഴകോല് കയറത്തില്ല അതല്ലേ? ബ്ലേഡ് വേണ്ട, നല്ല മൂർച്ചുള്ള പല്ലുണ്ട്. ആ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് വീശുക. അതുകൊണ്ടാ 2 കൂട്ടം കണ്ട്, 2 ചെറിയ കൂട്ടം. അതെ പറ്റിച്ചോ, ആരെങ്കിലുമൊക്കെ പറ്റിച്ചോ ചേച്ചി. ഇവിടെ 3 പേര് വേറെ ഇല്ലേ? ചേച്ചി പറ്റിക്കപ്പെടരുത്. ആ തയ്ക്കത് തയ്ച്ചിട്ട് പോ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടം വരെ വന്നതല്ലേ. ഇവിടെ ഒരു പാടമുണ്ട്, അത് കാണിച്ചു തരാം. ഇനി അകത്തേക്ക് ആ ഒഴുക്കായതുകൊണ്ട് ചിലപ്പോൾ അകത്ത് വയമ്പ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തൊന്ന് കയറി നോക്കുകയാണ്. ഈ പാലത്തിനടിയിൽ കൂടെ വേണം കയറി പോകാൻ. ഇത് പൊതുമടയാണ്, പൊതുമട. ഇവിടെ പെട്ടിയും പറയൊന്നും വെക്കൂല. ഇത് കാലാകാലങ്ങളായിട്ട് വെള്ളം കയറി ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു മട സൃഷ്ടിച്ചതാണ്. മീനോടുന്നുണ്ടോ? ഇത് കൊണ്ടുപോടാ. അല്ലല്ല, കുറുവയ ഇതാ എന്നാ മറ്റേ ഇതാണ്, തൂളിയാൻ തോന്നടാ. ആമ്പലൊക്കെ നന്നായിട്ട് ചുരുങ്ങി. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു കാഴ്ച കിട്ടിയേനെ. അപ്പുറ സൈഡിലൊക്കെ നോക്കിയേ, നോ ഭംഗിയല്ലേ. ചുറ്റും പിങ്കും നടുക്ക് വെള്ള. ആ വെള്ളക്കകത്തായി മീൻ ഇത് കിളി കടന്ന് മറിയുന്നത്. ഒന്ന് പോയിട്ട് ഇവിടെ അങ്ങനെ കൊണ്ട് വല ഇട്ടാലോ? മീൻ മറിയുന്നുണ്ടോ? ഈ സൈഡ് ഒപ്പിച്ചങ്ങനെ ഇട്ടാൽ മതി അല്ലേ? ആ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു അവിസ്മരണീയമായ കാഴ്ച കാണിച്ചു തരാം. അച്ചരപ്പിച്ചാച്ചി. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് നമ്മുടെ വീട് വെച്ച് പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് സൈഡ് 2 600 ഉണ്ട്.
എന്ന് പറഞ്ഞാൽ 600 ഏക്കർ വെച്ചുള്ള 2 കായലുണ്ട്. അതിൽ ഒരു പാടത്ത് ഫുള്ള് നെയ്യാമ്പലും ഒരു വടക്കേ സൈഡിലെ 6000 ഫുള്ള് പിങ്കാമ്പലുമാണ്. നമ്മൾ കുറച്ച് താമസിച്ചു അല്ലേ ഇതിനെ? അതെ, നമ്മൾ താമസിച്ചു. സ്കൂളിൽ വിടുന്ന ടൈമിലായിരുന്നുണ്ടെങ്കിൽ കറക്റ്റായിരുന്നു. ഇതാണ് നെയ്യാമ്പൽ. നമ്മളിവിടെ അടുത്ത വേറെ കാര്യത്തിനാണ്. ഇവിടെ കുറച്ച് മീൻ മറിയുന്നുണ്ട്, അത് എന്നാന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ ഇവിടെ കൊഞ്ചിരിപ്പുണ്ട്. അപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല മീൻ പിടിക്കാൻ. തപ്പി പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഇവിടെ ആഴമൊക്കെ ഉണ്ട്, നമ്മളൊക്കെ ഇറങ്ങും. എൻ്റെ അമ്മ പയ്യ മീശയ്ക്ക് പിടിക്കാമെന്ന് നോക്കി. മീശക്കൊന്നും പിടിച്ചാൽ കിട്ടും. ഒരു 75 ഗ്രാം കൊഞ്ച ആണോ? കാണാവോ? ഇപ്പുറത്തെ കൂടെ കൂട്ടി കഴിയണേ. ഇങ്ങനെ കഴിയത്തുള്ളൂ. ചാടിപ്പോയി. എങ്ങോട്ട് പോയി? പുറത്തോട്ട് പോയി. അത് ഇപ്പുറം വഴി അകത്തോട്ട് കൈ ഇട്ടാൽ മതിയായിരുന്നു. ഇല്ല, ഇതിൽ ചാടിപ്പോയതാ. ചീറ്റിപ്പോയി. വേറെ ഉണ്ടോ നോക്കിയാലോ? നോക്കട്ടെ. അടുത്ത് ഇരിക്കുന്നു. അടുത്ത് ഇപ്പുറത്തിറങ്ങി ഇവിടെ ഇറങ്ങി ഈ സൈഡിൽ ഇറങ്ങാമല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കാറ്റ് ഒഴുക്ക് വരുന്നേ. കാണാൻ പറ്റത്തില്ല എങ്കിലും ഈ റെഡ് കളർ മീശ ഉണ്ടോ? ഈ പോളൊന്ന് മാറ്റി ചിലപ്പോൾ അങ്ങോട്ടുള്ള ചിലപ്പോൾ കണ്ടേനെ മീൻ. വലിഞ്ഞു കേട്ടോ തൊട്ട്. ഇങ്ങോട്ട് മുന്നോട്ട് പോവാം. അതിൻ്റെ താഴത്തെ ഹോളി. ഈ ഹോളി അപ്പുറത്ത് റൈറ്റ് സൈഡ്. ഇത് അതിൻ്റെ ഇപ്പുറത്ത് അത് തന്നെ. അതിൻ്റെ ഇപ്പുറത്തെ ഹോള് ഇത്. അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് പക്ഷേ ഇത് അത് തന്നെ. പോയോ? ഒരു കാരണവശാലും കളയല്ലേ. ശ്രമിക്കാം. പിടിച്ചോ? പിന്നെ എട് മോനെ, എൻ്റെ പാലൊന്നും ഒതുക്കി പിടിക്കണം, ഇല്ലെങ്കിലേ അടിക്കും. ഒരു കഴിച്ച കടിച്ചു പിടിച്ചേക്കോ. ആണോ? ഇവിടെ അങ്ങോട്ട് തപ്പിയാലോടാ. മീൻ കാണാതെ അപ്പുറം കല്ലുണ്ടോ? അപ്പുറം ഹോളുണ്ടോ? നീട്ടി കുഴിക്കത്ത് പോകല്ലേ. കൊഞ്ചുപോയി. നോക്കിയാലോ. 6 വന്നു വീണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊരു കൊഞ്ചും കൂടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വയമ്പ് കൂശാൻ വന്ന ഇടയ്ക്ക് നമ്മൾ ഒരു പാടത്ത് കയറിയായിരുന്നു. ആ പാടത്തിൻ്റെ കല്ലിട്ടിൻ്റെ വങ്കിൽ നമ്മൾ കുറച്ച് കൊഞ്ച് കണ്ട്. അതിൽ നമുക്ക് ഒരെണ്ണമാണ് പിടിക്കാൻ പറ്റിയത്. മറ്റൊന്നും നമുക്ക് പിടിതരാതെ രക്ഷപ്പെട്ട്. പക്ഷേ അതിനെയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പം ബാക്കി നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മീനൂടെ കിട്ടുവാണെങ്കിൽ അതുകൂടെ പിടിച്ചിട്ട് വീട്ടിൽ പോകും. അതാണ് പദ്ധതി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അതായത് മഴ പെയ്താൽ നമുക്ക് ഈ മീനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. മഴത്തുള്ളി വീഴുമ്പോൾ ഇത് തിളയ്ക്കുന്ന എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് കക്കാവള്ളക്കാറ വള്ളം വരുന്നതുകൊണ്ടും ഓളം അടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം വരെ നമ്മൾ വീട്ടിൽ പോകും. നല്ല മഴ വരുന്നുണ്ട്. ഞാൻ തരത്തു ഓടിച്ചോ. മഞ്ഞക്കുരിയാണ് അത് ഇരിക്കുന്നത്. ഇവിടെ ഇതുണ്ടോടാ? കഴുന്നാ പിടിച്ചടാ. എന്നാ മഞ്ഞക്കുരിയോടെ? ഇതിന് ജീവനുണ്ട്, മറ്റേതിന് ജീവനില്ല.
നോക്കുന്ന മതി. കഴിഞ്ഞാഴ്ച ആവശ്യമുള്ള എടുത്തിട്ട് കഴിഞ്ഞാൽ പോയതായിരിക്കും. റീചാർജ് ചെയ്ത് പോയതായിരിക്കും. ഓടിച്ചു വിടത് തിരിഞ്ഞ് ഒക്കെ തന്നെ എടുക്കും. വെളുത്തു പോയേ. പ്രിയ സുഹൃത്തുക്കളെ, നല്ല മഴ പെയ്തു വരുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. കുറച്ച് മീൻ നമ്മുടെ കൂട്ടുകാരൻ ചേട്ടൻ്റെ ഭാര്യയ്ക്ക്, പുള്ളിയുടെ മകൻ നമ്മുടെ കൂട്ടുകാരൻ അവിടെയാണ്, അപ്പോൾ അവർക്കൂടെ കൊടുത്തു. പിന്നെ വരുന്ന വഴിക്ക് ഇത് കഴുനാ പിടിച്ചായിരുന്നു നമ്മുടെ ഒരു കൂട്. അതിനകത്ത് ഒരു മഞ്ഞപ്പൂരിയും കിട്ടി. പെട്ടെന്ന് കയറുന്ന നല്ല കിടുക്കം മഴയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ചേട്ടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഫോളോ ചെയ്താണ് അഭ്യർത്ഥിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ 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 ബൈ. അയ്യോ ഞാൻ